വേറൊരു കാര്യത്തില് കല്യാണം വീട്ടുകാരാലോചിച്ചു, പയ്യൻ പോയി പെണ്ണിനെയൊക്കെ കണ്ടു. അപ്പം എന്തോ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സാധുവായിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഇത് വേണോ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ ഇത്തിരി മർക്കട മുഷ്ടിയാണ്. ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ വാക്ക് കൊടുത്തു. ഓ ശരി, വാക്ക് മാറ്റണ്ട. കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. ഒരു 3-4 മാസം കൊണ്ട് പുള്ളിക്കാരിക്ക് ആ വീട് പറ്റുന്നില്ല, സ്വന്തമായിട്ട് വേറെ വീട്ടിൽ മാറണം. ഇവര് പറഞ്ഞു ശരി, വാടകയ്ക്ക് വീടെടുത്ത് മാറാം. വാടക വീട്ടിൽ പറ്റില്ല, സ്വന്തം വീട് വച്ചേ മാറാൻ പറ്റും. പെണ്ണ് പറയുന്നു. അപ്പൊ പറഞ്ഞു എനിക്ക് അത്രയും പൈസ ഇല്ല, ഗോയിങ് ഫോർവേഡ് വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇപ്പൊ എനിക്ക് അത്രയും വെക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇവൻ പൈസ കൊടുക്കലായി. ഓരോ കൊച്ചു പ്രകാര്യത്തിനും ഇവള് പെട്ടിയും പാക്കിയത് വിട്ടു. 2.5 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഏതാണ്ട് 2-2.5 മാസം ഇവര് പല സമയത്തായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇയാൾ ആദ്യം കണ്ട പെണ്ണാണ്, വേറെ ആരുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നില്ല, ഈ പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവളോടായിരുന്നു ഭയങ്കര സ്നേഹം. അതുകൊണ്ട് ഈ പയ്യൻ കുറെ കാലം പുറകെ നടന്നു. ഒരു പ്രാവശ്യം ഇവള് പോയപ്പം ശരി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, ഇവളുടെ കൂടെ വെളിയിൽ വന്നു. ഇവൾ ആദ്യം പറഞ്ഞത് എനിക്കൊരു മൂക്കുത്തി വാങ്ങിക്കണം, ഡയമണ്ടിന്റെ മൂക്കുത്തി വാങ്ങിക്കണം. ഓ ശരി, ഇനി അത് വാങ്ങിച്ചു കൊടുത്താൽ ഒന്നിച്ച് വരുമല്ലോ. നേരെ പോയി ഡയമണ്ട് മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചു. അവൾ ഇന്നും ആ മൂക്കുത്തി ഇട്ടുകൊണ്ട് നടപ്പുണ്ട്. പക്ഷെ ഡിവോഴ്സ് ഫയൽ ചെയ്ത് മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് മറ്റേ ഈ ചന്തയിലൊക്കെ കന്നുകാലികൾ വില പേശില്ലേ, അതേപോലെയാണ് പുള്ളിക്കാരി പൈസയ്ക്ക് വേണ്ടി വില പേശുന്നത്. ഞങ്ങൾ വക്കീലന്മാര് പോലും അന്തം വിട്ടിരിക്കുകയാണ്, അത്ര ഒന്നും കൊടുക്കാനില്ല. ആക്ച്വലി സ്പീക്കിംഗ് അവൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള പൈസയുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇന്നിപ്പം ഇതാണ് അവസ്ഥ.